ആ ഇത് ഒരു നല്ല ചെടിയാണ് ഇത് കണ്ടോ. തേനീച്ച കണ്ടോ ഇവിടെ വന്നിരിക്കുന്നത്, എപ്പോഴും ഇവിടെ ഇത് തേനീച്ച ഉണ്ടാവും. രാവിലെ ഉണ്ടാവും, അതിരാവിലെ ഇതിൽ ധാരാളം തേനീച്ചകൾ വരുന്നു കണ്ടോ, ഇവിടെ പറക്കുന്നുണ്ട്. ഈ ചെടികൾ നിങ്ങൾ വെച്ച് പിടിപ്പിക്കുക, ഇത് ധാരാളം ഇതിലുണ്ട്. പിന്നെയുള്ളത് ഇതാ നമ്മുടെ ഈ നാടൻ ചെമ്പരത്തിന്ന് ഇവരെടുക്കുന്നുണ്ട്. നാടൻ ചെമ്പരത്തിന്ന് ധാരാളം പൂക്കൾ തേനെടുക്കും, പൂമ്പൊടി എടുക്കും. അതുപോലെ തന്നെ റംബുട്ടാൻ, ഫുലോസാൻ, ഇതാ റംബുട്ടാനിന് അതിരാവിലെ വൈകുന്നേരമാണ് കൂടുതൽ എടുക്കുന്നത് തേന്. പിന്നെ നമുക്ക് സാധാരണയുള്ള തെങ്ങ്, കവുങ്ങ്, അതുപോലെ തന്നെ വാഴ, ഏത്തവാഴ, മറ്റേ സാധാരണ വാഴകൾ, അതിൽ നിന്നെല്ലാം ഇവർ തേനെടുക്കും. അപ്പൊ ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഔഷധം കിട്ടും, ഉറപ്പാണ്. ഈ ഏരിയകളിലുള്ള തേന് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. പ്രത്യേകിച്ച് ഇത് കർണാടകയോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പൊ കോർഗുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്തെയാണ് ഏറ്റവും നല്ല തേൻ ലോകത്ത് ടേസ്റ്റ് ഉള്ളത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെയുള്ള ഒരു ഇതാണ് തുളസി. ഏറ്റവും കൂടുതൽ നല്ല ഔഷധമുള്ളത് തുളസി നിന്നാണ് കിട്ടുന്നത്. ഗ്രാമ്പൂ അല്ലെങ്കിൽ കറുവ പൂക്കുന്ന സമയം പോലെ തന്നെയാണ് ഇത്. ഇതും നല്ല തേനാണ്. അതുപോലെ കൊങ്ങിണി പൂക്കള്, അതുപോലെ കോളാമ്പി പൂക്കള്, ഇതിൽ നിന്നെല്ലാം ഇവരെടുക്കും. ഈ തേൻ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സമയമുണ്ട്. അത് പ്രത്യേകിച്ച് രാവിലെയും വൈകുന്നേരമാണ് ഇവര് തേൻ ഉൽപ്പാദിപ്പിക്കുന്നത് സസ്യങ്ങൾ. ചെമ്പരത്തികളിൽ നിന്നെടുക്കും. അതുപോലെ തന്നെ ഇതുണ്ടോ, ഇങ്ങനത്തെ ഒരു പൂവുണ്ട്. ഇത് നമുക്ക് ധാരാളം കാണാറുള്ളതാണ്. ഇതിൽ അതിരാവിലെ വന്നിട്ട് ഇവര് ചെറുതൻ മത്സരിച്ച് ഇതിൽ നിന്ന് തേനെടുത്തുകൊണ്ട് പോകുന്നത് കാണാം. 10 മണി പൂക്കളിൽ നിന്ന് പൂമ്പൊടികൾ എടുക്കും. അതുപോലെ തന്നെ റോസച്ചെടികൾ നിങ്ങൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ റോസച്ചെടിയുടെ റോസിന്റെ സ്മെല്ല് നമ്മുടെ തെന്നിൻ്റെ അകത്ത് വരുന്ന കാണാം. ഭയങ്കര ഔഷധമാണ് അതൊക്കെ, റോസച്ചെടികൾ. അതുപോലെ സൂര്യകാന്തി പൂക്കൾ, എല്ലാ പൂക്കളും നല്ലതാണ്. ഇനി പലർക്കും സംശയം ഉണ്ടാവും, ഇതുങ്ങൾ എവിടുന്നാണ് തേനീച്ചകള് തേനെടുക്കുന്നത്. മെയിനായിട്ട് ഇത് ചെറിയ പുഷ്പങ്ങളിൽ നിന്നാണ്, ഔഷധ ചെടികളിൽ നിന്നാണ് എടുക്കുന്നത്. പ്രത്യേകിച്ച് ഇതൊരു മുല്ലയാണ്. ഇത് രാത്രി സമയത്താണ് ഇതിന്റെ സ്മെല്ല് വരുന്നത്. അതിരാവിലെ വന്ന് ഇവർ ഇതിന്റെ ചുവട്ടിൽ നിന്ന് ഇതെടുക്കുന്നത് കാണാം. അതുപോലെ തന്നെ റോസ. പിന്നെയുള്ള ഒരു പൂവ് ഇതാണ് കോറൽ വൈൻ എന്ന് പറയും, ആന്റിഗ്നോൺ എന്ന് പറയും. ഇതിന്റെ 4 കളറുകളുണ്ട്, അതെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിലാണ് ഏറ്റവും കൂടുതൽ അമൃതമുള്ള ഒരു ഔഷധമാണിത്. ഇത് മെഡിസിനുമാണ്. ഇതിന്റെ കിഴങ്ങ് നമുക്ക് പുഴുകി കഴിക്കാം, നമ്മുടെ മധുരക്കിഴങ്ങ് പോലെ കഴിക്കാവുന്നതാണ്. അപ്പൊ ഇത് 4 ടൈപ്പ് ഉണ്ട്, അതും ഇവിടെ ഉണ്ട്. അപ്പൊ അടുത്തൊരു കൂട് നമ്മൾ ഓപ്പൺ ചെയ്യാനായിട്ടാ, ഒരു ഡിവിഷൻ കാണിക്കാൻ വേണ്ടിട്ട്. അപ്പൊ സാറ് അത് ഡിവിഷൻ ചെയ്തെന്ന് പറഞ്ഞു. ഈ ഡിവിഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ഡിവൈഡ് ചെയ്യേണ്ട ഒരു മെത്തേഡാണ് കാണിക്കുന്നത്. ഇതെന്ന് വെച്ചാല് ഇതേ അളവുള്ള പെട്ടി നമ്മൾ ഉണ്ടാക്കണം. കാലി ഇതാണ്, ഇത് 14-4 ഈ 14-4 തന്നെ നമ്മൾ പെട്ടിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ എളുപ്പമാണ്, പെട്ടെന്ന് എളുപ്പമാണ്. ഇതിന്റെ നേരെ ഒരു പീസ് ഇങ്ങോട്ട് വെക്കുക, ഒരു പീസ് ഇങ്ങോട്ട് വെക്കുക. ഇപ്പൊ ഡിവിഷൻ ചെയ്യുമ്പോൾ സാറ് കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ ചാവറുകളെല്ലാം ഏകദേശം അകത്ത് കയറിയിട്ടുണ്ട്. ഇത്രയും മതി. ഇവരങ്ങനെ നമ്മളെ കടിക്കില്ല, കടിക്കേണ്ടവരെല്ലാം കയറിയിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞിട്ട് കൂട് ഓപ്പൺ ചെയ്യാനായിട്ടാ. ഓപ്പൺ സീസ് ഇതാ കണ്ടോ, ഇത് തുറന്നു. ഇതിൻ്റെ അത് നല്ലൊരു കളക്ഷൻ ഉണ്ട്. ഇതിൻ്റെ അകത്ത് നല്ലൊരു കളക്ഷൻ കാണുന്നുണ്ട്. ഈ ഈച്ചകള്, ഇത് വേറൊരു വെറൈറ്റിയാണ്. ഇത് തേൻ. ഇത് ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യണമെങ്കിൽ തേൻ എടുക്കേണ്ടവർക്ക് എടുക്കാം, ഇല്ലെങ്കിൽ ഇതാ ഇത്രയും മുട്ട ധാരാളം മതി. നമുക്ക് ഇതിൻ്റെ അകത്ത് റാണി ഇല്ലേ തന്നെ അവർ റാണി ഉൽപ്പാദിപ്പിക്കും ഈ മുട്ട. കാരണം പുതിയ മുട്ടയുണ്ട്, നേരത്തെ ഇട്ട മുട്ടയുണ്ട്, ഇതിൻ്റെ അകത്ത് വേറെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും കുറവ് കണ്ടു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കുറച്ച് മുട്ടയും കൂടെ എടുത്ത് ഇതിൻ്റെ അകത്തോട്ട് വെക്കാം. അപ്പം ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു കൂടായി. അത് നമുക്ക് ആ ഹോള് നോക്കിയിട്ട് വെക്കണം. ഇത് ഹോള് ഇത് ഹോളുള്ളൂ, ഇത് താഴെ. ഇനി ഇത് വെക്കേണ്ടത് നേരെ തിരിച്ചാണ്. ഇങ്ങനെ വെക്കണം. ഇത് അപ്പൊ ഡിവൈഡ് ചെയ്യുന്നവർക്ക് എളുപ്പമായി. നമുക്ക് തേൻ എടുക്കണമെങ്കിൽ എടുക്കാം. ഇതിപ്പോ കറക്റ്റായി. നമ്മള് റാണിനെയും നോക്കണ്ട, റാണി സെല്ലും നോക്കണ്ട, ഒന്നും നോക്കണ്ട. കാരണം ഇതിൻ്റെ അകത്ത് മുട്ടയുണ്ട് കണ്ടോ, ഇത് ധാരാളം മതി. ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് റാണിയും വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഗൈനി കാണും, അല്ല ഒരു റാണി സെല്ല് ഉൽപ്പാദിപ്പിക്കും. കാരണം ഇതിന്റെ അടിയിലെല്ലാം ഒത്തിരി ഈച്ചകളുണ്ട്. ഞാൻ ഇങ്ങനെ ധാരാളം ചെയ്യാറുണ്ട്.
ആ, പൂമ്പൊടി ഇതിന്ന് എടുത്ത് വെച്ച് കൊടുക്കണം. ആ വേണമെങ്കിൽ നമുക്ക് കുറച്ച് പൂമ്പൊടിൻ്റെ അകത്ത് വെക്കാം. ഇതിൻ്റെ അകത്ത് ഇവിടെ പൂമ്പൊടി ഉണ്ട്. ഇതാ എടുത്ത് വെച്ചാൽ മതി. ആ ഇത് പൂമ്പൊടി വേണമെങ്കിൽ നമുക്ക് ഈ താഴെ ഭാഗത്ത് ഇടുക ലേശം. കാരണം ഇവിടെ പൂമ്പൊടി ഉണ്ട്, ഈ ഭാഗത്ത് പൂമ്പൊടി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. തേൻ എടുക്കണമെങ്കിൽ എടുക്കാം, ആ, ആ, അല്ലെങ്കിൽ എടുക്കണമെങ്കിൽ എടുക്കാം. ആ. അപ്പോൾ നമ്മൾ സാർ എടുക്കണം. ആ കുറച്ച് തേൻ എടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതിന് ഈ അടിഭാഗത്തുനിന്ന് പൊട്ടിക്കുക. അപ്പോൾ അവരെല്ലാം വേഗം പൊക്കോളും, മുകളിലോട്ട് പൊക്കോ മക്കളെ, ഞാൻ ശകലം എടുക്കുന്നുള്ളൂ. അപ്പൊ അടിഭാഗത്തുനിന്ന് വേണം തേൻ എടുക്കാൻ. ഇങ്ങനെ ചരിച്ചു കഴിഞ്ഞാൽ ഈച്ചകൾ ചാടാൻ. ഇതാ ഞാൻ ഇത്രയും തേൻ എടുക്കുന്നുള്ളൂ. ഇതാ ഇവിടെ ഒരു മാർജിൻ വെക്കുക നമ്മൾ. അതുകൊണ്ട് ചില കുഞ്ഞുങ്ങൾ മാത്രമേ ഇതിൻ്റെ അകത്ത് വീഴാൻ സാധ്യതയുള്ളൂ. കണ്ടോ ഈച്ചകളെല്ലാം കണ്ടോ അടിയിൽ നിന്ന് വേഗം പോകുന്നുണ്ടോ. മുകള് ഭാഗത്തു നിന്ന് നല്ല നല്ല നല്ല, എന്നിട്ട് ഇവരുടെ പില്ലർ ലാസ്റ്റ് നമ്മൾ പൊട്ടിക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ ധാരാളം കോളനികൾ നഷ്ടപ്പെടാതെ നമുക്കെടുക്കാം. ഉണ്ടോ ഇതിനൊന്നും ഈച്ചകൾ എന്നെ കടിക്കുന്നില്ല. നോക്കിക്കേ, നിങ്ങൾ എന്നെ നോക്കുമ്പോൾ അറിയാം ഈച്ചകൾ എന്നെ കടിക്കുന്നില്ല. ഉണ്ടോ കാരണം നമ്മൾ ഇവരോട് ഇണങ്ങി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വളർത്തു നായകളെ പോലെ തന്നെയാണ്. ഇത് നമ്മൾ ആക്രാന്തം കയറി ഇതെല്ലാം എടുക്കുമ്പോഴാണ്, ഡിസോർഡർ ആകുമ്പോഴാണ് ഇവർ കടിക്കുന്നത്. അല്ല നമ്മളെ കടിക്കില്ല. അതാണ് ഞാൻ ഇത്രയും തേൻ എടുത്തുള്ളൂ. അത് ഏകദേശം 90% പോലും. ഇനി അല്പം നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് പോരും. ഇതിനകത്ത് റാണിയൊക്കെ ഒളിച്ചിരിക്കുകയാണ്. ആണോ. അപ്പൊ ഇതൊരു ഇതാണ്. ഇനി നമുക്ക് എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ ഇവിടുന്ന് വേണമെങ്കിൽ കുറച്ച് മുട്ട എടുത്ത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എടുക്കണം. നല്ല ഇങ്ങനെ എടുത്ത് ഇവിടെ വെച്ചാൽ മതി. ഇത്രേ ആവശ്യമുള്ളൂ. ഇത്രേ ആവശ്യമുള്ളൂ. നമ്മളിതെല്ലാം കുത്തി പൊട്ടിച്ച് ഇത് വേറെ വെട്ടിയിലോട്ടാക്കി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ തേൻ്റെ പില്ലറിൻ്റെ ഉള്ളിലൊക്കെ ധാരാളം ഈച്ചകളുണ്ട്. അപ്പോൾ അവർക്ക് വളരെ സന്തോഷമായി. ഇതാ ഇങ്ങനെ ഒരെണ്ണം വെച്ചു, ഉണ്ടോ വെച്ചു, ഇങ്ങനെ ഒരെണ്ണം വെച്ചു. മെഴുക് വെക്കണം, ലേശം മെഴുക് വെക്കാം. അവരുടെ തന്നെ മെഴുക് വെച്ചാൽ വളരെ സന്തോഷം അവർക്ക്. വേണ്ട. അപ്പൊ നമ്മളിവിടെ റാണി സെല്ലുകളും ഒന്നും നോക്കണ്ട. ഏകദേശം പകുതി മുട്ടകൾ അപ്പുറം ഇപ്പുറം വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയി. വേണ്ട. ഇപ്പൊ നമുക്ക് ഇങ്ങനെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ കൂട് ഈ പഴയ സ്ഥലത്ത് വെക്കുക. ഇതിന്റെ അകത്ത് ഇത് നമ്മളൊരു താഴെ ഭാഗത്ത് അതിന്റെ ഗേറ്റ് ഇല്ലാത്തതാണ്. അവിടെ നമ്മൾ ചെയ്യുകയാണ്. ഇവിടെ ഒരു ഈ പെട്ടി വെച്ചിട്ടാണല്ലോ നമ്മൾ എടുത്തത്. അപ്പോൾ അത് കാലിപ്പെട്ടിയാണ്. ഇതിനകത്തോട്ട് ഇവരെല്ലാം കയറിക്കോ ഗെറ്റ് ഇൻസൈഡ്. ഈ സൈഡ് ഇവരിപ്പോൾ നമ്മൾ തൽക്കാലം ഇവിടെ തന്നെ വെച്ചാൽ മതി. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ഇവരെ കയറ്റാം. ഇനി കുപ്പിയിലെ ഈച്ചനെ നമ്മൾ അഴിച്ചു വിടുക. അവർ ഇവിടെയും കുറേ പേര് കയറും, അവിടെയും പോയി കയറും. ഓക്കെ, നമ്മളിനി മാറിപ്പോകാം. നമുക്ക് മാറിപ്പോകാം. എൻ്റെ 2-3 ഈച്ചകൾ ചാടിയിട്ടുണ്ട്. വീണുകൊണ്ടിരിക്കുകയാണ്. എത്ര കിട്ടിയപ്പോ? ഒരു 200 ഇതൊരു 1/2 ലിറ്റർ ഉണ്ടാവും. 1/2 ലിറ്ററിന്റെ അടുത്ത് തോന്നുന്നു.